കഥയെ ആരംഭിക്കുന്നത് ജിസോ എന്ന സ്കൂൾ വിദ്യാർത്ഥിനിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. സ്കൂളിലിരുന്ന് വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്നത് സ്വപ്നം കാണുകയായിരുന്നു അവൾ. അന്ന് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞപ്പോ ജിസോ ഉറ്റ സുഹൃത്തായ പെൺകുട്ടിയുടെ കൂടെ അവളുടെ അമ്മയുടെ കാറിൽ വീട്ടിലേക്ക് തിരിച്ചു. പോകുന്നതിനിടയിൽ സുഹൃത്തിന്റെ അമ്മ ഫോണിൽ സംസാരിച്ച് വണ്ടി ഓടിക്കുന്നത് കണ്ട് പോലീസ് അവരെ തടഞ്ഞു. നിയമം ലംഘിച്ചതിന്റെ പേരിൽ അവരെ ശകാരിക്കാനും പിഴ അടയ്ക്കാൻ ആവശ്യപ്പെടാനും തുടങ്ങി. അവിടെ കൂട്ടുകാരിയുടെ അമ്മയും പോലീസുകാരനും തമ്മിൽ ഒരു വാക്കുതർക്കവും ആരംഭിച്ചു. ഇത് കണ്ട് ജിസോ, ആന്റി ഞാനിവിടെ നിന്ന് നടന്നു പോക്കോളാം എന്ന് പറഞ്ഞ് കാറിൽ നിന്നിറങ്ങി. പിന്നാലെ മുന്നോട്ടേക്ക് നടന്നു. അവൾ ഒരിക്കലും അവളുടെ വീടിന്റെ മുന്നിൽ ഇറങ്ങിയിട്ടേയില്ല. എപ്പോഴും മുൻപേ ഇറങ്ങി നടന്നു പോവുകയാണ് പതിവ്. അന്ന് എന്തോ സംശയം തോന്നി ജിസോയുടെ പിന്നാലെ അവളുടെ സുഹൃത്തും കാറിൽ നിന്നിറങ്ങി അവളെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ജിസോ നേരെ പോയത് അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിലേക്കായിരുന്നു. അവിടെ അവളുടെ അനിയൻ നിൽക്കുന്നുണ്ടായിരുന്നു. വലിയ കടകളിൽ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഭക്ഷണങ്ങളുടെ സാമ്പിളുകൾ വിതരണം ചെയ്യും. അതൊക്കെ വാങ്ങി കഴിക്കലാണ് ആ കുട്ടിയുടെ പ്രധാന ജോലി. ജിസോക്കാണെങ്കിൽ അതൊന്നും അത്ര ഇഷ്ടവുമല്ല. എന്തായാലും അവിടെ നിന്ന് അനിയനെയും കൂട്ടി അവൾ വീട്ടിലേക്ക് പുറപ്പെട്ടു. പക്ഷേ ചെന്നെത്തുന്ന ഇടം കാണുമ്പോഴാണ് ഒരു കാര്യം വ്യക്തമാവുന്നത്. അവർക്ക് യഥാർത്ഥത്തിൽ താമസിക്കാൻ ഒരു വീട് പോലുമില്ല. അവർ താമസിക്കുന്നത് ഒരു വാനിലാണ്. ജിസോയുടെ അച്ഛൻ ഒരു വാനിൽ പിസ ഉണ്ടാക്കി വിൽക്കുന്ന ബിസിനസ് ആയിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ അത് വലിയ നഷ്ടത്തിലായതോടെ കുടുംബത്തെ ഉപേക്ഷിച്ച് അദ്ദേഹം എങ്ങോട്ടോ പോയി. അന്നു മുതൽ ഒറ്റാന്തടിയായി ജിസോയുടെ അമ്മയാണ് വളരെ കഷ്ടപ്പെട്ടവരെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ജോലിയൊന്നുമില്ലാതിരുന്ന ജിസോയുടെ അമ്മ ജോലിക്കായി ഓരോ ഇടങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ന് വാനിനടുത്തെത്തിയപ്പോൾ ജിസോ തന്റെ അനിയനെ ശകാരിച്ചു. എത്ര വട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഓരോയിടത്ത് പോയി വാങ്ങിക്കഴിക്കരുതെന്ന്. ആരെങ്കിലും കണ്ട നമ്മൾ പിച്ചക്കാരാണെന്നല്ലേ വിചാരിക്കൂ. എനിക്ക് വിശന്നിട്ടല്ലേ ചേച്ചി, അനിയൻ നിസ്സഹായനായി പറഞ്ഞു. ആ ശരി, ഇനി ഇത് ആവർത്തിച്ചേക്കരുത്. ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചു. ജിസോ അങ്ങനെ അനിയനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കെ അങ്ങോട്ടേക്ക് അവളുടെ കൂട്ടുകാരി വന്നെത്തി. അവളെ പിന്തുടർന്ന് അങ്ങോട്ടേക്ക് അവൾ എത്തിച്ചേരുകയായിരുന്നു. ഹേ ജിസോ, നീ ഇതെന്താ ഇവിടെ ചെയ്യുന്നത്? കൂട്ടുകാരി അവളോട് വിളിച്ചു ചോദിച്ചു. ജിസോയ്ക്ക് എന്ത് പറയണമെന്നൊരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല. തങ്ങൾ ഈ വാനിലാണ് താമസിക്കുന്നതെന്ന് സുഹൃത്തറിഞ്ഞാൽ അത് വലിയ നാണക്കേടാവുമെന്ന് കരുതി ജിസോ നുണ പറഞ്ഞു. അതൊന്നുമില്ലടി, അച്ഛന്റെ ബിസിനസ് ഇപ്പോ സൂപ്പറാ. ഞങ്ങൾ പുതിയൊരു വീട് വാങ്ങി, അതിന്റെ കുറച്ച് പണികളൊക്കെ നടക്കുന്നത് കൊണ്ട് കുറച്ചു നാളത്തേക്ക് ഈ വാനിലാ താമസിക്കുന്നത്. ജിസോ ഇങ്ങനെ നുണ പറഞ്ഞുകൊണ്ടിരിക്കെ അവളുടെ അനിയൻ വാനിൽ നിന്നും പുറത്തേക്കിറങ്ങി വന്ന് വിളിച്ചു പറഞ്ഞു, ചേച്ചി അമ്മ ഇന്ന് രാത്രി ഭക്ഷണത്തിനായി നൂഡിൽസ് വെച്ചിട്ടുണ്ട്. അവിടെ കാണുന്ന കടയിൽ പോയി കുറച്ച് ചൂടുവെള്ളം വാങ്ങി വരാമോ? അവിടെ സൗജന്യമായി കിട്ടും. അത് കേട്ടതോടെ തന്റെ സുഹൃത്തിന് കാര്യങ്ങൾ മനസ്സിലായി കാണും എന്ന് ജിസോ ചിന്തിച്ചു. അപമാനം തോന്നി അവൾ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. പക്ഷെ അവളുടെ സുഹൃത്ത് അവളുടെ അടുത്തെത്തി ആശ്വസിപ്പിച്ചു. ജിസോ പറഞ്ഞു, ഞാനിങ്ങനെ കഴിയുന്ന കാര്യം നിന്റെ അമ്മ അറിഞ്ഞ നിന്നോടൊപ്പം കൂട്ടുകൂടാൻ എന്നെ സമ്മതിക്കില്ല. എന്റെ കൂട്ടുകാരി എനിക്ക് നഷ്ടപ്പെടും. പിന്നെ നിനക്കിഷ്ടമല്ലെങ്കിൽ നീ എന്നോട് സംസാരിക്കണ്ടാട്ടോ. ആ സുഹൃത്ത് പറഞ്ഞു, നിന്നെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഞാൻ നിന്നെ വിട്ട് മാറുകയേയില്ല. നിന്നെപ്പറ്റി ഞാൻ എന്റെ അമ്മയോട് പറയാനും പോകുന്നില്ല. ആ കൂട്ടുകാരി ജിസോയുടെ കൈ പിടിച്ചു. ജിസോയ്ക്ക് വലിയ ആശ്വാസം തന്നെ തോന്നി. കഥ അവിടെ നിന്നും മാർഷൽ എന്ന പേരുള്ള വലിയൊരു റെസ്റ്റോറന്റിലേക്ക് തിരിയുന്നു. ജിസോയുടെ അമ്മ അവിടെ ജോലി അന്വേഷിച്ച് ചെന്നിരിക്കുന്നതായിരുന്നു. റെസ്റ്റോറന്റ് മാനേജർ സംസാരിച്ചു കൊണ്ടിരിക്കെ അവിടേക്കൊരു പ്രായമായ സ്ത്രീ വന്നു. അവരാണ് ആ റെസ്റ്റോറന്റിന്റെ ഉടമ. ജിസോയുടെ അമ്മ സ്ഥിരമായി കാർ പാർക്ക് ചെയ്യുന്ന ആ ഒരു ഇടം തന്നെ അവരുടേതായിരുന്നു. അവർ ജിസോയുടെ അമ്മയ്ക്ക് ജോങ്ഹ്യൂനിന് ഉടൻ തന്നെ ജോലി നൽകി. ജോങ്ഹ്യൂന് വലിയ സന്തോഷം തന്നെ തോന്നി. ആ സന്തോഷത്തിൽ മടങ്ങി മക്കളുടെ അടുത്തെത്തി അവർ മക്കൾക്കായി ഒരു പിസ ഉണ്ടാക്കി. പക്ഷെ ആ പിസ കുട്ടികൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ജിസോയുടെ സഹോദരൻ സോക്ക് ചോദിച്ചു, അമ്മ എന്തിനാ ഇതുണ്ടാക്കിയേ? ഇതിലും എത്ര നല്ലതായിരുന്നു അച്ഛനുണ്ടാക്കിയിരുന്ന പിസ. ഇതൊരു രസവുമില്ല. അമ്മയ്ക്കിപ്പോ ഒരു വലിയ റെസ്റ്റോറന്റിൽ ജോലി കിട്ടിയിട്ടുണ്ട്. താമസിയാതെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറും. അമ്മ അവനെ സമാധാനിപ്പിക്കാൻ നോക്കി. അവൻ പറഞ്ഞു, നുണ പറയല്ലേ അമ്മേ, ഒരാഴ്ചയ്ക്കുള്ളിൽ പുതിയ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു മാസമായി. എനിക്കമ്മയെ വിശ്വസിക്കാൻ പറ്റില്ല. അവന്റെ വാക്കുകൾ ജോങ്ഹ്യൂനെ വേദനിപ്പിച്ചിരുന്നു. അടുത്ത ദിവസം ക്ലാസ്സിലിരിക്കുമ്പോ ജിസോ തന്റെ സങ്കടം സുഹൃത്തിനോട് പങ്കുവെച്ചു. വിഷമിക്കണ്ടടി, എല്ലാ അമ്മമാരും ഇങ്ങനൊക്കെ തന്നെ. നിനക്കിപ്പോ വീടില്ലാത്തതല്ലേ വിഷമം? നമുക്ക് തന്നെ പണമുണ്ടാക്കി ഒരു വീട് വാങ്ങിയാലോ? സുഹൃത്ത് ചോദിച്ചു. വീട് വാങ്ങുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ലല്ലോ, അതിന് നല്ല പൈസ വേണ്ടേ? ജിസോ പറഞ്ഞു, ഒരു ചെറിയ വീട് വാങ്ങാൻ $100 മതിയാവില്ലേ എന്നായിരുന്നു അവർ തമ്മിലുള്ള സംസാരം നീണ്ടത്. അത് കേട്ട് അവരുടെ അടുത്തിരുന്നൊരു പയ്യൻ കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പുതിയ വീട് വാങ്ങാൻ വെറും $100? ഏത് കാലത്ത് നിങ്ങളൊക്കെ ജീവിക്കുന്നേ? ഒരു വീട് വാങ്ങണമെങ്കിൽ വാടക കിടക്കണമെങ്കിൽ തന്നെ $500 വേണം. അത് കേട്ട് ആ രണ്ട് കൂട്ടുകാരികളും അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. അടുത്ത നേരത്തെ ഭക്ഷണത്തിന് പോലും കഷ്ടപ്പെടുന്നവർ $500 എവിടെ നിന്നുണ്ടാക്കാനാണ്?
പിന്നീട് ജിസയും കൂട്ടുകാരിയും ഇരിക്കുമ്പോ അവരുടെ ക്ലാസ് ടീച്ചർ അതുവഴി വന്നു. ടീച്ചർ ചോദിച്ചു, ജിസോ നിന്റെ പിറന്നാൾ വരികയാണല്ലോ, പാർട്ടിക്കുള്ള ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞോ? ടീച്ചറെയും തന്റെ ബർത്ത്ഡേക്ക് ക്ഷണിക്കണം എന്ന് ജിസോക്ക് ആഗ്രഹമുണ്ടെങ്കിലും സ്വന്തമായി ഒരു വീടില്ലാത്തത് അവളെ അലട്ടുന്നുണ്ടായിരുന്നു. ടീച്ചർ തുടർന്ന് പറഞ്ഞു, ആഘോഷങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നില്ലേ? അമ്മയോട് എന്നെ വിളിക്കാൻ പറയണോട്ടോ. വിളിക്കാമെന്ന മട്ടിൽ അവൾ തലകുലുക്കി. പക്ഷെ എന്തു ചെയ്യുമെന്ന് അവൾക്കൊരു പിടുത്തവുമില്ല. കൂട്ടുകാരി അവളോട് ചോദിച്ചു, നിനക്ക് വീടില്ലല്ലോ, പിന്നെ എവിടെ വെച്ചാ നീ പാർട്ടി നടത്തുക? എന്റെ ജന്മദിനത്തിന് മുമ്പ് എങ്ങനെയെങ്കിലും ഒരു വീട് കണ്ടെത്തണം, അവിടെ എല്ലാരെയും ക്ഷണിച്ച് എനിക്ക് പാർട്ടി നടത്തണം. ജിസോ തന്റെ ആഗ്രഹം വ്യക്തമാക്കി. അവര് രണ്ടുപേരും സ്കൂള് കഴിഞ്ഞ് നടക്കുന്നതിനിടയിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ഓഫീസിന് മുമ്പിലെത്തി. അവിടെ ഒരു സ്ക്വയർ മീറ്ററിന് $500 എന്നെഴുതിയ ഒരു പരസ്യം അവർ കണ്ടു. ജിസോയും കൂട്ടുകാരിയും അത് തെറ്റായി മനസ്സിലാക്കി. $500 നല്ലൊരു പുതിയ വീട് കിട്ടും എന്നായിരുന്നു അവർ ചിന്തിച്ചത്. അത് കണ്ട് ജിസോ സന്തോഷിക്കുകയും ചെയ്തു. എങ്ങനെങ്കിലും $500 ഒപ്പിച്ചാൽ മതിയല്ലോ. കുട്ടികൾ അവിടെ നിൽക്കുന്ന കണ്ട് ആ റിയൽ എസ്റ്റേറ്റ് ഷോപ്പിലെ സ്ത്രീ ഇറങ്ങി വന്നു. അവരോട് കാര്യം ചോദിച്ചു. $500 എന്തെങ്കിലും കുറച്ചു കിട്ടുമോ എന്ന മട്ടിൽ ജിസോ ആ സ്ത്രീയോട് വിലപേശൽ ആരംഭിച്ചു. അവർ കുട്ടികളാണെന്ന് കണ്ടതും വീട്ടിലെ മുതിർന്നവരെ വിളിച്ചുകൊണ്ടുവാ എന്ന മട്ടിലായിരുന്നു ആ സ്ത്രീ അവരോടായി പറഞ്ഞത്. ജിസോ അവിടെ നിന്നും അമ്മയ്ക്ക് ജോലി കിട്ടിയ റെസ്റ്റോറന്റിലേക്ക് ചെന്നു. നേരത്തെ അവിടെ എത്തിയിരുന്ന അവളുടെ അനിയൻ അവിടെ നിന്ന് ഐസ്ക്രീം കഴിക്കുന്നുണ്ടായിരുന്നു. ജിസോയുടെ അടുത്തേക്കെത്തിയ അമ്മ തന്റെ പുതിയ യൂണിഫോം മകൾക്ക് കാണിച്ചു കൊടുത്തു. അവരുടെ മുഖത്ത് വലിയ സന്തോഷം തന്നെ ഉണ്ടായിരുന്നു. അമ്മ ജിസോക്ക് $21 നൽകിയിട്ട് പറഞ്ഞു, അനിയനെയും കൂട്ടി റൊട്ടിയും ഫലാഫലും വാങ്ങണം, പിന്നെ തുണികൾ അലക്കാൻ മറക്കുകയും ചെയ്യരുത്. ജിസോക്കാണെങ്കിൽ വീട് വാങ്ങുന്ന ചിന്തകൾ തന്നെയാണ്. അവൾ അമ്മയോട് ചോദിച്ചു, അമ്മയുടെ കയ്യിൽ ഒരു $500 ഉണ്ടാവുമോ? അത് കേട്ട് അവളുടെ അമ്മ അത് ചിരിച്ചു തള്ളി. നീ പോയെന്ന് പറഞ്ഞ് അവളെ പറഞ്ഞയച്ചു. $500 എങ്ങനെ ഉണ്ടാക്കുമെന്ന ചിന്തയായിരുന്നു അപ്പോഴും ജിസോയുടെ മനസ്സിൽ മുഴുവൻ. വഴിയിലൊരു പിസക്കടയിൽ 10 കൂപ്പൺ കൊടുത്താൽ ഒരു പിസ സൗജന്യമായി കിട്ടും. അമ്മ ഭക്ഷണം വാങ്ങാൻ പണം തന്നിട്ടുണ്ട്. കൂപ്പൺ കൊടുത്ത് പിസ വാങ്ങിയാൽ ആ പണം ലാഭിക്കാമല്ലോ, അത് $500 കൂട്ടിവെക്കാം. അത് ചിന്തിച്ച് അവൾ ആ പിസക്കടയിലേക്ക് ചെന്നു. പക്ഷേ അവളുടെ കയ്യിൽ 8 കൂപ്പണേയുള്ളൂ. 8 കൂപ്പൺ കൊടുത്ത് ഒരു പിസ തരാമോ എന്ന് അവൾ ചോദിച്ചു. പക്ഷേ 10 കൂപ്പണേ പിസ തരൂ എന്നായിരുന്നു അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞത്. ഇതിനിടയിൽ പിസക്കടയിലേക്ക് ഒരു ഓർഡറും വന്നു. ഓർഡർ വന്നത് ഫാമിലി സൈസ് പിസയായിരുന്നെങ്കിലും അവനത് കള്ളത്തരത്തിൽ റെഗുലർ സൈസ് പിസയാക്കി മാറ്റി. ഇത് ജിസോ നോട്ട് ചെയ്തിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ. അവൾ പിസക്കടയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അവിടെ അതിന്റെ ഒരു ഭാഗത്ത് പിസ കഴിച്ച ശേഷം പെട്ടികൾ ഉപേക്ഷിച്ചിട്ടുണ്ട്. അതിനുള്ളിൽ നിന്ന് കൂപ്പൺ കിട്ടുമോ എന്നറിയാൻ അവൾ അവിടെ തിരയാൻ ആരംഭിച്ചു. അപ്പോഴാണ് അതിനിടയിൽ ഒരു പേപ്പർ അവൾ കണ്ടത്. $500 എന്നെഴുതിയ ഒരു പേപ്പർ. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു നാടോടി മനുഷ്യൻ ഒരു ടോക്കൺ എടുത്ത് ജിസോക്ക് നേരെ നീട്ടി. ജിസോ ഭയത്തോടെയായിരുന്നു അയാളെ നോക്കിയത്. അത് വാങ്ങാൻ ആദ്യം മടിച്ചെങ്കിലും വേഗത്തിൽ അത് വാങ്ങി അവൾ അവിടെ നോടി. ഓടുന്നതിനിടയിലാണ് നിലത്ത് കിടന്ന ആ നോട്ടീസ് അവൾ എടുത്തത്. അവൾ അത് തുറന്നു നോക്കി. ജിസോയുടെ കണ്ണുകൾ തിളങ്ങി. അവള് വേഗം കരാട്ടെ ക്ലാസ്സിലുള്ള തന്റെ കൂട്ടുകാരിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ആ നോട്ടീസിൽ എഴുതിയിരുന്നത് ഇതായിരുന്നു: കാണാതായ ഒരു പട്ടിയെ കണ്ടെത്തി നൽകുന്നവർക്ക് $500 പാരിതോഷികം നൽകും. ഇതാണ് തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവസരമെന്ന് അവൾ ഉറപ്പിച്ചു. ഉടനെ അതിലുള്ള നമ്പറിലേക്ക് വിളിച്ച്, ഞങ്ങൾ നിങ്ങളുടെ പട്ടിയെ കണ്ടുപിടിച്ചു തരാം, പക്ഷെ $500 ഉറപ്പായും തരുമല്ലോ എന്ന് ചോദിച്ചു. എന്നാൽ മറുപടി നിരാശാജനകമായിരുന്നു. എന്റെ പട്ടിയെ തിരിച്ചു കിട്ടി, അത് വീടിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇനി ആർക്കും പണം നൽകാനാവില്ല എന്ന് അയാൾ പറഞ്ഞു. ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. ജിസോയുടെ എല്ലാ പ്രതീക്ഷകളും തകർന്നു. സങ്കടത്തോടെ അവൾ അവരുടെ വാനിന്റെ അടുത്തേക്ക് ചെന്നു. അവിടെ നോക്കുമ്പോൾ വാൻ കാണാനില്ല. നോ പാർക്കിംഗ് ഏരിയയിൽ വാൻ ഇട്ടതുകൊണ്ട് വാൻ പോലീസ് പിടിച്ചുകൊണ്ടുപോയിരുന്നു. ജിസോയും അമ്മയും പോലീസ് സ്റ്റേഷനിൽ പോയി പരിചയക്കാരോടൊക്കെ കടം വാങ്ങി പിഴയടച്ച് ഒരു തരത്തിൽ വാൻ തിരിച്ചിറക്കി. ജിസോക്ക് എല്ലാം കൊണ്ടും വല്ലാതെ ദേഷ്യം വന്നിരുന്നു. അമ്മേ, എനിക്കിങ്ങനെയുള്ള ജീവിതം മടുത്തു. നമുക്ക് നമ്മുടെ ആന്റിയുടെ വീട്ടിലെങ്കിലും പോയി നിൽക്കാം. അവിടെ ബഹുമാനം കിട്ടിയില്ലെങ്കിലും സ്വന്തമായ ഒരു മേൽക്കൂരയെങ്കിലും ഉണ്ടാവുമല്ലോ. ഇങ്ങനെ വീടില്ലാത്തവരെ പോലെ കഴിയാൻ എനിക്ക് വയ്യ. അവൾ കരഞ്ഞു പറഞ്ഞു. നമ്മുടെ അവസ്ഥ ഉടൻ മാറും. നീ എന്തിനാ ഇങ്ങനെ ഭ്രാന്തന്മാരെ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ എന്നായിരുന്നു അവളുടെ അമ്മയുടെ മറുചോദ്യം. എനിക്കല്ല, അമ്മയ്ക്കാണ് ഭ്രാന്ത് എന്ന് പറഞ്ഞ് അവൾ അമ്മയോട് തർക്കിക്കാൻ തുടങ്ങി. അവരുടെ വഴക്ക് കേട്ട് അനിയൻ ഉണർന്നിരുന്നു. അവൻ പറഞ്ഞു, എന്റെ അറിവിൽ നിങ്ങൾ രണ്ടുപേർക്കും ഭ്രാന്താണ്. അതും പറഞ്ഞവൻ വീണ്ടും കിടന്നു. ജീസോ വാനിന് പുറത്തേക്കിറങ്ങി നിന്നു. അമ്മ അവളെ അകത്തേക്ക് വിളിച്ചെങ്കിലും അവൾ അനുസരിച്ചില്ല. വാനിന് പുറകിലായി നിൽക്കുന്ന ആഡംബര അപ്പാർട്ട്മെന്റുകളിലേക്ക് നോക്കി അവൾ നെടുവീർപ്പിട്ടു. നമുക്ക് എന്നിതുപോലെ ഒരു വീട്ടിൽ താമസിക്കാൻ കഴിയും. ഒരു ഏങ്ങലോടെയായിരുന്നു അവൾ ചിന്തിച്ചത്. കുറച്ചു കഴിഞ്ഞവൾ വീണ്ടും വാനിനകത്തേക്ക് തന്നെ കയറി. അടുത്ത ദിവസം സ്കൂളിലും അവൾ ദുഃഖിതയായിരുന്നു. സഹപാഠി അവളുടെ ജന്മദിന പാർട്ടിയെപ്പറ്റി ചോദിച്ചപ്പോ അവൾ വല്ലാതെ സമ്മർദ്ദത്തിലായി. എങ്ങനെയെങ്കിലും $500 ഉണ്ടാക്കിയേ തീരൂ. പെട്ടെന്നാണ് അവൾക്ക് ആ ബുദ്ധി തോന്നിയത്. അവൾ കൂട്ടുകാരിയോട് പറഞ്ഞു, നിനക്ക് ആ നോട്ടീസ് ഓർമ്മയുണ്ടോ? പട്ടി കാണാതായപ്പോ $500 കിട്ടുമെന്ന് പരസ്യം ചെയ്തിരുന്ന നോട്ടീസ് നമുക്ക്
നമുക്ക് സമ്പന്നയായ ഒരാളുടെ ഒരു പട്ടിയെ മോഷ്ടിച്ചാലോ, എന്നിട്ട് അത് കാണാനില്ലെന്നുടമ പരസ്യം നൽകുമ്പോ നമ്മളത് കണ്ടെത്തി നൽകിയാ പോരെ. കൂട്ടുകാരിക്കും ആ ഐഡിയ ഇഷ്ടപ്പെട്ടു. അവർ ജിസോയുടെ വാനിലിരുന്ന് ഒരു പ്ലാൻ തയ്യാറാക്കാൻ തുടങ്ങി. നോട്ട്ബുക്കിൽ ഹൗ ടു സ്റ്റീൽ എ ഡോഗ് എന്ന് അവർ വലിയ അക്ഷരത്തിൽ എഴുതി ചില നിയമങ്ങളും വെച്ചു. ആദ്യത്തെ നിയമം, അതിസമ്പന്നരുടെ പട്ടിയെ മോഷ്ടിക്കരുത്, കാരണം അവർ ഉടൻ മറ്റൊന്നിനെ വാങ്ങും. രണ്ടാമത്തേത്, ചെറിയ കുട്ടികളുടെ പട്ടിയെ മോഷ്ടിക്കരുത്, അവർക്കത് വലിയ സങ്കടമാകും. മൂന്നാമത്തേത്, പട്ടിയെ ജീവന് തുല്യം സ്നേഹിക്കുന്ന പ്രായമായവരുടെ പട്ടിയെ വേണം മോഷ്ടിക്കാൻ. അത് കടിക്കാത്തതും എളുപ്പത്തിൽ പിടിക്കാൻ കഴിയുന്നതുമായ ചെറിയ പട്ടിയുമായിരിക്കണം. പ്ലാനിൽ സഹായിക്കാൻ അനിയനെ കൂടി അവർ കൂടെ കൂട്ടി. ഓരോ വീടുകളിലും പോയി അവർ പട്ടികളെ നിരീക്ഷിച്ചു. ചിലയിടത്ത് പട്ടി വളരെ വലുതായിരുന്നു, ചിലയിടത്ത് CCTV ക്യാമറകൾ ഉണ്ടായിരുന്നു. ഇതൊന്നും ശരിയാവില്ലെന്ന് അവർക്ക് തോന്നി. ഇതിനിടയിൽ റെസ്റ്റോറന്റിൽ ചില കാര്യങ്ങൾ അരങ്ങേറി. ജീസോയുടെ അമ്മയുടെ കൈതട്ടി കുറച്ച് പ്ലേറ്റുകൾ പൊട്ടി. ശരിക്ക് ഉറങ്ങാൻ പോലും കഴിയാത്തതുകൊണ്ടാണ് അവർക്ക് ഈ അബദ്ധം പറ്റിയിരുന്നത്. മാനേജർ സോയങ് അടുത്തെത്തി ശകാരിക്കാൻ തുടങ്ങി. പക്ഷേ തന്റെ നിസ്സഹായാവസ്ഥ ജീസോയുടെ അമ്മ പറഞ്ഞതും സഹതാപത്തോടെ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ സോയങ് ശ്രമിച്ചു. ആ സമയത്താണ് ജീസോയുടെ അനിയൻ അങ്ങോട്ടേക്ക് വരുന്നത്. ജീസോയുടെ അമ്മ പറഞ്ഞു, എന്റെ ജോലി സമയം കഴിഞ്ഞു, മകന് കുറച്ച് ആഹാരം കൊടുത്തിട്ട് ഞാൻ വേഗം ഇവിടെ നിന്ന് പൊക്കോളാം. സാധാരണ അത് കേട്ടാൽ ഒരു മാനേജറും സമ്മതിക്കില്ല, പക്ഷേ സോയങ് എന്തോ അതിനനുവദിച്ചു. ഈ സമയത്തായിരുന്നു അങ്ങോട്ടേക്ക് റെസ്റ്റോറന്റ് ഓണർ കൂടിയായ സോയങ്ങിന്റെ ആന്റി വന്നത്. ആന്റിയുടെ പക്കൽ ഏറെ വില കൂടിയ ഒരു നായയുണ്ട്. അകത്തേക്ക് ചെന്നാൽ ജീസോയും മകനും കൂടിയുള്ളത് കണ്ട് ആന്റി പ്രശ്നമുണ്ടാക്കുമോ എന്ന് ഭയന്ന് സോയങ് ആന്റിയെ സംസാരത്തിൽ തളച്ചിട്ട് മറ്റൊരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആന്റിക്ക് തന്റെ വളർത്തുനായിയെ ജീവനായിരുന്നു. വില കൂടിയ പാത്രത്തിലായിരുന്നു അവരാ പട്ടിക്ക് വെള്ളം കൊടുക്കുന്നത് പോലും. ലക്ഷറി ജീവിതമായിരുന്നു ആ പട്ടിക്ക് അവിടെ കിട്ടിക്കൊണ്ടിരുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ ആന്റി അവിടെ നിന്ന് പുറപ്പെടാൻ വേണ്ടി ഇറങ്ങി. നായുമായി കാറിലേക്ക് കയറി. ഇതൊക്കെ അവിടെ ഇരുന്നിരുന്ന ജീസോയും കൂട്ടുകാരിയും കാണുന്നുണ്ടായിരുന്നു. റെസ്റ്റോറന്റിലേക്ക് ചെന്ന് നോക്കാമെന്ന് പറഞ്ഞ് അവർ അങ്ങോട്ടേക്ക് ചെന്ന് ഒളിഞ്ഞു നോക്കാൻ ആരംഭിച്ചു. ആന്റി അത് ശ്രദ്ധിച്ചിരുന്നു. ഇതേ സമയം സോയങ് ആകട്ടെ ജീസോയുടെ അമ്മയും അനിയനും എന്താ ചെയ്യുന്നതെന്ന് നോക്കാൻ അകത്തേക്ക് ചെന്നു. അനിയന് അമ്മ ഭക്ഷണം കൊടുക്കുകയായിരിക്കും എന്നായിരുന്നു സോയങ് ആദ്യം ചിന്തിച്ചിരുന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോ കണ്ടത് ജീസോയുടെ അനിയനെ അവളുടെ അമ്മ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അതും വാഷ് ബേസിന്റെ അടുത്ത് വെച്ച്. ഇതെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ച് സോയങ് അവിടെ നിന്നു. ജീസോയുടെ അമ്മ പറഞ്ഞു, എന്തായാലും കസ്റ്റമേഴ്സ് ഒന്നും വരുന്നില്ല, എന്റെ മകനെ വേഗം വൃത്തിയാക്കിയിട്ട് ഞാൻ പൊക്കോളാം. നിങ്ങളുടെ ആന്റി ഇത് പൊതുസേവനത്തിനെന്ന പോലെയാ ഈ റെസ്റ്റോറന്റ് നടത്തുന്നതെന്ന് തോന്നുന്നു. അത് കേട്ടതും സോയങ്ങിനും തന്റെ ഉള്ളിലുള്ള ദേഷ്യം പുറത്തു ചാടി. അയാൾ പറഞ്ഞു, പിന്നല്ലാതെ എനിക്കും നന്നായിട്ടറിയാം ഈ ഇടം വെച്ച് എന്തൊക്കെ ബിസിനസ് ചെയ്യാൻ പറ്റുമെന്നറിയോ. പക്ഷെ അവർക്ക് ഇതൊന്നും വേണ്ട. അവരുടെ ഭർത്താവ് പണ്ട് ഉപേക്ഷിച്ചു പോയതാ, മോൻ എവിടെയോ പോയി ചാവുകയും ചെയ്തു. ഇതൊക്കെ സംസാരിച്ചു നിൽക്കെ ആന്റി പുറകിൽ വന്നു നിന്നത് അവർ കണ്ടിരുന്നില്ല. റെസ്റ്റോറന്റിനകത്ത് വെച്ച് ജീസോയുടെ അമ്മ അവളുടെ അനിയനെ കുളിപ്പിച്ചു നിൽക്കുന്നത് കണ്ടതും ആന്റി ദേഷ്യം കൊണ്ട് വിറച്ചു. ആ നിമിഷത്തിൽ തന്നെ ജീസോയുടെ അമ്മയെ ജോലിയിൽ നിന്നവർ പിരിച്ചുവിട്ടു. ഇതെല്ലാം ജീസോ മറഞ്ഞു നിന്ന് കണ്ടിരുന്നു. അതോടെ ജീസോ ഉറപ്പിച്ചു, എങ്ങനെങ്കിലും ഒരു നായയെ മോഷ്ടിക്കണം, പണമുണ്ടാക്കണം, വീടെടുക്കണം. ഒടുവിൽ ആലോചിച്ച് ജീസോ ഒരു തീരുമാനത്തിലെത്തി. റെസ്റ്റോറന്റ് ഓണർ ആന്റിയുടെ നായെ തന്നെ മോഷ്ടിക്കാം, അതാകുമ്പോൾ വേറെ കുഴപ്പം വരില്ല. അവർക്ക് ആ നായയെ ജീവനുമാണ്, പെട്ടെന്ന് പണവും കിട്ടും. കൂട്ടുകാരിക്കടുത്തെത്തി അവൾ കാര്യം പറഞ്ഞു. കൂട്ടുകാരിക്കും അത് ഓക്കെ ആയിരുന്നു. പിന്നാലെ ആ നായയെ മോഷ്ടിക്കാൻ വേണ്ടി അവർ പദ്ധതി ഉണ്ടാക്കാൻ തുടങ്ങി. ആ നായയുടെ റൊട്ടീൻ അവർ ഫോളോ ചെയ്തു. കൂടുതൽ സമയവും നായ വൃദ്ധയായ ആന്റിയോടൊപ്പമായിരിക്കും. ആ സമയത്തൊന്നും മോഷ്ടിക്കാൻ പറ്റില്ല. ആകെയുള്ള അവസരം നായയെ കുളിപ്പിക്കാനും ട്രീറ്റ്മെന്റിനുമായൊക്കെ പുറത്തു കൊണ്ടുപോകുമ്പോൾ മാത്രമാണ്. മാനേജർ സോയങ്ങായിരിക്കും നായയെ കൊണ്ടുപോവുക. കൃത്യമായ അവസരം നോക്കി നായയെ തട്ടിയെടുക്കാം എന്നവർ തീരുമാനിച്ചു. ഇതിനിടയിൽ അമ്മ ജീസോയുടെ അടുത്തെത്തി ഒരു വിവരം പറഞ്ഞു. അവർക്ക് താമസിക്കാൻ ഒരു വീട് റെഡിയായിട്ടുണ്ടത്രേ. ജീസോ വലിയ ആവേശത്തിലായിരുന്നു. പക്ഷേ വീട്ടിലെത്തിയതും ജീസോക്ക് ആ വീട് തീരെ ഇഷ്ടപ്പെട്ടില്ല. പൊളിഞ്ഞു വീഴാറായ ഒരു പഴയ കെട്ടിടമാണ്. മൊത്തം ചിലന്തി വലയും മറ്റും നിറഞ്ഞിരിക്കുന്നു. കുട്ടികൾക്കത് കണ്ടപ്പോൾ തന്നെ പേടിയായി. വീടിനകത്തേക്ക് എത്തിയെങ്കിലും തങ്ങൾക്കിവിടെ ഉറങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവര് തിരികെ വാനിലേക്ക് തന്നെ പോന്നു. നല്ലൊരു വീട് കിട്ടണമെങ്കിൽ എത്രയും വേഗത്തിൽ പ്ലാൻ നടപ്പിലാക്കിയേ പറ്റൂ എന്ന് ജീസോ ഉറപ്പിച്ചു. അടുത്ത ദിവസം സ്കൂൾ കായിക വിനോദങ്ങളുടെ സമയത്ത് ജീസോയും കൂട്ടുകാരിയും ചേർന്ന് തങ്ങളുടെ പ്ലാൻ നടപ്പിലാക്കാൻ ഇറങ്ങി. കുറച്ച് നായത്തീറ്റ വിതറി ജീസോ ആ നായയെ ആകർഷിച്ചു. വലയുമായി നായയെ പിടികൂടാൻ അവർ ശ്രമിച്ചെങ്കിലും കരുത്തനായ ആ നായയെ പിടികൂടാൻ കുട്ടികളായി അവർക്ക് സാധിച്ചില്ല. നായ അവരുടെ പിടിവിട്ടിച്ച് ഓടിപ്പോയി. ഒടുവിൽ ഓടി അത് തിരികെ അതേ കെയർ സെന്ററിലേക്ക്
തന്നെ ചെന്നു. കഠിനമായി ശ്രമിച്ചെങ്കിലും നായയെ മോഷ്ടിക്കാനുള്ള ആ കുട്ടികളുടെ ആദ്യത്തെ ശ്രമം പരാജയപ്പെട്ടു. അന്ന് വൈകുന്നേരം അമ്മയ്ക്കടുത്തേക്ക് ജീസോ ചെന്നു. അവർക്ക് താമസിക്കാൻ കിട്ടിയ ആ പഴയ വീട് ഒന്ന് ക്ലീൻ ചെയ്ത് ശരിയാക്കാൻ തന്റെ കയ്യിലുള്ള അവസാന പണവും വെച്ച് അമ്മ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിരുന്നു. എന്തായാലും അവർ ആ വീട്ടിലേക്ക് പുറപ്പെട്ടു ചെന്നു. അവിടെ എത്തിയപ്പോ കണ്ടതോ അവരുടെ സാധനങ്ങളൊക്കെ പുറത്തേക്ക് എറിഞ്ഞിട്ടിരിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ആ വീട് ജീസോയുടെ അമ്മ വാടകയ്ക്കെടുത്തതൊന്നുമായിരുന്നില്ല. ഒഴിഞ്ഞുകിടന്ന വീട് കണ്ടപ്പോ അതിനകത്ത് കയറി താമസിക്കാം എന്നവർ തീരുമാനിച്ചതായിരുന്നു. വിവരമറിഞ്ഞെത്തിയ വീടിന്റെ ഉടമസ്ഥനായിരിക്കും വീട് പൂർണ്ണമായും പൂട്ടി അവരുടെ സാധനങ്ങൾ പുറത്തേക്കെറിഞ്ഞത്. ജീസോയുടെ അമ്മയ്ക്ക് വലിയ ദേഷ്യവും സങ്കടവും തോന്നി. പക്ഷേ മറ്റു വഴികളില്ല. അവർ തിരികെ അവരുടെ വാൻ ജീവിതത്തിലേക്ക് മടങ്ങി. അടുത്ത ദിവസം മുതൽ അമ്മ പുതിയ ജോലിക്ക് പോയി തുടങ്ങി. ഒരു റെഡിമീൽ ഫാക്ടറിയിൽ ജീസോയുടെ അമ്മയ്ക്ക് ജോലി ലഭിച്ചിരുന്നു. മറുവശത്ത് ജീസോയും കൂട്ടുകാരിയും വീണ്ടും നായ മോഷ്ടിക്കാൻ പദ്ധതിയിട്ടു. അനിയനുമായി സംസാരിച്ചപ്പോ റെസ്റ്റോറന്റിൽ കുറച്ചു സമയം ആ നായ തനിച്ചുണ്ടാവും എന്ന കാര്യം അവർ മനസ്സിലാക്കി. അങ്ങനാണെങ്കിൽ ആ സമയം നോക്കി നായ മോഷ്ടിക്കാമെന്നവർ തീരുമാനിച്ചു. പക്ഷേ നായയെ പിടികൂടാൻ അവരെ കൊണ്ട് പറ്റില്ല. കരുത്തുള്ള ആള് വേണം. കഴിഞ്ഞ തവണ അവർക്ക് മനസ്സിലായതാണ്. അതിനുവേണ്ടി ആരെ തിരഞ്ഞെടുക്കും എന്നവർ കൺഫ്യൂഷനിലായി. പെട്ടെന്നാണ് ജീസോ ഒരു കാര്യം ഓർത്തത്. ജീസോ നേരെ പണ്ട് കൂപ്പൺ കൊടുത്ത് പിസ വാങ്ങാൻ ചെന്ന അതേ ഷോപ്പിലേക്ക് ചെന്നു. അവിടുത്തെ ഡെലിവറി ബോയ്ക്കും സെയിൽസ്മാൻ അടുക്കൽ തങ്ങളെ സഹായിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ താനെന്തിന് ഇത് ചെയ്യണം എന്നായിരുന്നു ആ സെയിൽസ്മാന്റെ ചോദ്യം. ഫാമിലി പിസ ഓർഡർ വരുമ്പോ റെഗുലർ പിസ എന്നെഴുതി ഓണറെ പറ്റിക്കുന്ന അവന്റെ തട്ടിപ്പ് ജീസോയ്ക്ക് അറിയാമല്ലോ. ജീസോ അതും പറഞ്ഞ് സെയിൽസ്മാനെ ഭീഷണിപ്പെടുത്തി. സഹായിച്ചില്ലെങ്കിൽ ഇത് താൻ ഒറ്റുകൊടുക്കുമെന്ന് പറഞ്ഞു. അതോടെ പേടിച്ച് അയാൾ ജീസോയെ സഹായിക്കാമെന്നേറ്റു. ഇതേ സമയം മറുവശത്ത് റെസ്റ്റോറന്റ് മാനേജർ സോയങ് ആകട്ടെ ആന്റിയുടെ കാലശേഷം ആ സ്വത്തുക്കളൊക്കെ ആർക്ക് കിട്ടും എന്നറിയാൻ വേണ്ടി കൂട്ടുകാരന്റെ നിർദ്ദേശപ്രകാരം ആന്റിയുടെ വിൽപ്പത്രം പരിശോധിച്ചു. പക്ഷേ അതിൽ കണ്ട കാര്യം അയാളെ ഞെട്ടിച്ചു കളഞ്ഞു. ആന്റിയുടെ മരണശേഷം മുഴുവൻ സ്വത്തുക്കളും എഴുതി വെച്ചിരുന്നത് ആന്റിയുടെ നായയുടെ പേരിലായിരുന്നു. വോളി എന്നാണ് ആ നായയുടെ പേര്. അത് കണ്ട് സോയങ് അക്ഷരാർത്ഥത്തിൽ വിറച്ചു. സോയങ് പണ്ട് തൊട്ടേ പദ്ധതിയിടുന്നുണ്ട്. എങ്ങനെയും ആ സ്വത്തുക്കൾ കൈക്കലാക്കി അവിടെ ഒരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ് പണിത് സുഖമായി ജീവിക്കണമെന്ന്. പക്ഷേ ആന്റി ജീവിച്ചിരിക്കുന്നത് കൊണ്ടും അത് ചെയ്യാൻ സമ്മതിക്കാത്തത് കൊണ്ടും അവനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. വില്ല് വായിച്ചിരുന്ന സോയങ് തന്റെ കൂട്ടുകാരനെ വിളിച്ചു. ആള് ചെറിയ തട്ടിപ്പൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അവനെടുക്കൽ സോയങ് പറഞ്ഞു, എടാ, വിൽപ്പത്രത്തിൽ ആന്റി സ്വത്തുക്കൾ മുഴുവൻ ആ നായയുടെ പേരിലായി എഴുതി വെച്ചിരിക്കുന്നത്. നായയുടെ ഗാർഡിയൻ എന്ന് പറഞ്ഞ് എന്റെ പേര് വെച്ചിട്ടുണ്ട്. അപ്പോ സ്വത്തൊക്കെ എനിക്ക് തന്നെ വന്നു ചേരില്ലേ? അങ്ങനെയൊക്കെയുണ്ടെങ്കിൽ നിനക്കൊരു സ്വത്തും കിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യ്, ആ വിൽപ്പത്രവും ആന്റിയുടെ സീലുമൊക്കെ മോഷ്ടിച്ച് എന്റെ അടുത്തേക്ക് വാ. വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തു തരാം. മറുവശത്ത് കുട്ടികളാകട്ടെ നായയെ മോഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ പൂർണ്ണമായി ആരംഭിച്ചു. പദ്ധതി പ്രകാരം ജീസോയുടെ കൂട്ടുകാരി അവളുടെ മാതാപിതാക്കളുമായി റെസ്റ്റോറന്റിലെത്തി. ശബ്ദമുണ്ടാക്കുന്ന ഒരു നായയുടെ പാവയെ ജീസോയുടെ കൂട്ടുകാരി റെസ്റ്റോറന്റിനകത്തേക്ക് ഇട്ടു. പിന്നാലെ അകത്തേക്ക് ചെന്ന് നായയുടെ മുന്നിലെത്തി. നായയുടെ ഇഷ്ടഭക്ഷണം അടുക്കിയടുക്കി റെസ്റ്റോറന്റിന്റെ പുറത്തേക്ക് ഇറങ്ങുന്ന തരത്തിൽ അവൾ ഇട്ടുവെച്ചു. ആന്റിയുടെ നായ വോളിയാകട്ടെ ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. നായയെ പിടിക്കാമെന്ന് കുട്ടികൾ ചിന്തിച്ചു നിൽക്കെ സോയങ് അങ്ങോട്ടേക്ക് വന്ന് നായയെ പിടികൂടി. അവർ നോക്കി നിൽക്കെ സോയങ് നായയുമായി നടന്നുപോയത് പുറത്തു നിർത്തിയ കാറിനടുത്തേക്കാണ്. അതിന്റെ ഡിക്കിയിലേക്ക് അതിനെയിട്ടു. തട്ടിപ്പുകാരനായ കൂട്ടുകാരന്റെ നിർദ്ദേശത്തോടെയായിരുന്നു അത്. നായയുടെ പേരിലാണല്ലോ സ്വത്തുള്ളത്. അതിനെ മാറ്റിയാൽ കൊന്നുതള്ളിയാൽ സ്വത്തിന് അനന്തരാവകാശികൾ ഇല്ലാതാകും. അപ്പോൾ അത് സോയങ്ങിന്റെ അടുത്തേക്ക് തന്നെ വന്നെത്തും. അതായിരുന്നു പദ്ധതി. നായയെ ഡിക്കിയിലിട്ട് സോയങ് മാറിയതും ജീസോയും കൂട്ടുകാരിയും ഡിക്കി തുറന്ന് അതിനകത്ത് നിന്ന് നായയെ പുറത്തെടുത്തു. പിന്നാലെ നായയെ പിസ സെയിൽസ്മാന്റെ അടുത്ത് ഏൽപ്പിച്ച് വേഗം അവിടെ നിന്ന് പോവാൻ പറഞ്ഞു. പിസ സെയിൽസ്മാനും അവർ പറഞ്ഞ പോലെ നായുമായി കടന്നു കളഞ്ഞു. സോയങ്ങും കൂട്ടുകാരനും നായ കാറിന്റെ ഡിക്കിയിൽ നിന്ന് മാറ്റപ്പെട്ട വിവരം അറിഞ്ഞിരുന്നേയില്ല. തങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നു എന്നായിരുന്നു അവർ ചിന്തിച്ചത്. എന്തായാലും ജീസോയുടെയും കൂട്ടുകാരുടെയും പദ്ധതി വിജയിച്ചു. നായ അവരുടെ കൈവശത്തിലെത്തി. നായയെ അവർ സുരക്ഷിതമായ ഒരിടത്താക്കി. മറുവശത്ത് ആന്റി ആകട്ടെ തന്റെ പ്രിയപ്പെട്ട വളർത്തുനായ നഷ്ടപ്പെട്ട വിവരമറിഞ്ഞ് ആകെ വയ്യാതായി കഴിഞ്ഞിരുന്നു. ആന്റിയെ ആശ്വസിപ്പിക്കാനെന്ന പോലെ സോയങ് സംസാരിച്ചു. പക്ഷേ പുറത്തു വന്നതും കൂട്ടുകാരനെ വിളിച്ച് സ്വത്തുക്കൾ തനിക്ക് വന്നു ചേരാൻ പോകുന്നതിന്റെ സന്തോഷം അവൻ പങ്കുവെച്ചു. നായയെ കൊന്നു എന്ന് ചോദിച്ചു. അപ്പോഴാണ് കൂട്ടുകാരൻ പറയുന്നത് വണ്ടിയുടെ ഡിക്കിയിൽ നായ ഉണ്ടായിരുന്നില്ല, അതെവിടെയെങ്കിലും രക്ഷപ്പെട്ടു പോയി കാണുമെന്ന്. സോയങ് അക്ഷരാർത്ഥത്തിൽ വിറച്ചു. ആ നായ എങ്ങാൻ തിരിച്ചു വന്നാൽ പദ്ധതിയെല്ലാം പൊളിയില്ലേ, സ്വത്തുക്കൾ കൈവിട്ടു പോവില്ലേ എന്നായിരുന്നു സോയങ്ങിന്റെ ഭയം. പക്ഷെ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആ കൂട്ടുകാരൻ സോയങ്ങിന് ധൈര്യം പകർന്നു. ജീസോയും കൂട്ടുകാരിയും അനിയനും കൂടി വോളിയെ ഒളിപ്പിച്ചിരുന്നത് മുമ്പ് അവർ താമസിക്കാൻ പോയ പഴയൊരു വീടുണ്ടായിരുന്നില്ലേ, അതിന്റെ കോമ്പൗണ്ടിലായിരുന്നു.
അടുത്ത ദിവസം അവിടെ ചെന്ന് നായയെ നോക്കാൻ വേണ്ടി അവർ പോയി. അവിടെ എത്തിയപ്പോ മുമ്പ് പിസ്സ ഷോപ്പിന്റെ അടുത്ത് വെച്ച് ജീസോ കണ്ടിരുന്ന ആ നാടോടി അവിടെ ഇരിപ്പുണ്ട്. വോളിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. ജീസോ മുന്നിട്ട് ചെന്ന് പറഞ്ഞു, ഇത് ഞങ്ങളുടെ നായയാണ്. അയാൾ ചോദിച്ചു, നിങ്ങളുടെ നായയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിർത്താതെ ഇവിടെ എന്താ കെട്ടിയിട്ടിരിക്കുന്നേ? ജീസോ പറഞ്ഞു, ഞങ്ങള് പുതിയൊരു വീട് പണിയുന്നുണ്ട്, ഇപ്പോ വാടകയ്ക്ക് താമസിക്കുന്നേ. അവിടെ പെറ്റ്സ് അലൗഡ് അല്ലെന്ന് ഓണർ പറഞ്ഞു, അതാ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയത്. ഓ അങ്ങനാണോ? നിങ്ങളുടെ നായയെ ഞാനൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് തന്നെ എടുക്കാം. അതും പറഞ്ഞ അയാൾ അവിടെ നിന്നിറങ്ങി. പിന്നാലെ തന്റെ വണ്ടിയിലേക്ക് കയറി. ഉടൻ ജീസോ ചോദിച്ചു, നിങ്ങൾക്കും വീടില്ലേ? അയാൾ പറഞ്ഞു, അന്ന് പിസ്സ ഷോപ്പിന്റെ അടുത്ത് വെച്ച് എന്നെ കണ്ടില്ലേ? അവിടെ താമസിക്കുമ്പോൾ അതെന്റെ വീടാണ്. ഇപ്പതാ ഇവിടെ താമസിക്കുന്നു, അതുകൊണ്ട് ഇതും എന്റെ വീടാണ്. ഞാൻ എവിടുണ്ടോ അതാണ് എന്റെ വീട്. അതും പറഞ്ഞ അയാൾ വണ്ടിയെടുത്തു പോയി. അയാളും വീടില്ലാത്ത ഒരു പാവം മനുഷ്യനാണെന്ന് ജീസോ മനസ്സിലാക്കി. എന്തായാലും നായയെ കാണാനില്ലെന്ന പോസ്റ്ററൊക്കെ വന്നിരിക്കുമെന്നും $500 പ്രതിഫലം കിട്ടാനും സാധ്യതയുണ്ട് എന്നും കൂട്ടുകാരിയോട് പറഞ്ഞ ജീസോ അവൾക്കൊപ്പം പോസ്റ്റേഴ്സ് എവിടെയെങ്കിലും ഒട്ടിച്ചിട്ടുണ്ടോ എന്ന് തിരയാൻ പോയി. പക്ഷെ എവിടെയും പോസ്റ്ററുകൾ കാണുന്നുണ്ടായിരുന്നില്ല. അതോടെ റെസ്റ്റോറന്റിൽ ചെന്ന് ഓണറായ ആന്റിയെ നേരിട്ട് കാണാൻ ജീസോ തീരുമാനിച്ചു. അവിടെ എത്തിയപ്പോ സോയങ് അവളെ തടഞ്ഞു. അവള് പറഞ്ഞു, ഇവിടുത്തെ ആ നായ എന്തേ? കഴിഞ്ഞ ദിവസം അതെന്റെ സ്കൂളിന് ഫ്രണ്ടിലൂടെ ഓടിപ്പോകുന്നത് ഞാൻ കണ്ടിരുന്നു. ആ നായയെ ഇനി ഇവിടെ ആർക്കും വേണ്ട എന്ന മട്ടിൽ സോയങ് പറഞ്ഞു നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ആന്റി കടന്നു വന്നു. നായയെ ജീസോ കണ്ടെന്ന് പറയുന്നത് ആന്റി കേട്ടിരുന്നു. എവിടെയാ നീ നായയെ കണ്ടത്? അതെങ്ങോട്ടേക്കാ പോയത് എന്നൊക്കെ ആന്റി ചോദിക്കാൻ തുടങ്ങി. ജീസോ പറഞ്ഞു, അതെങ്ങോട്ടേക്കാ പോയതെന്നറിയില്ല, സ്കൂളിന് മുമ്പിൽ വെച്ചാ കണ്ടത്. അതിനെ കാണാതായിട്ട് നിങ്ങൾ അന്വേഷിക്കാത്തതെന്താണ്? എല്ലാം ഓരോ സമയത്ത് വിട്ടുപോകും. ആന്റി പറഞ്ഞു, അങ്ങനെ ആവണമെന്നില്ലല്ലോ. നായയെ കണ്ടെത്തണമെങ്കിൽ സാധാരണ രീതിയിൽ പോസ്റ്ററുകൾ ഒട്ടിക്കണം. എന്തെങ്കിലും പ്രതിഫലവും ഉണ്ടെങ്കിൽ ആളുകൾ നായയെ കണ്ടാ വിളിക്കും. അങ്ങനെയാണെങ്കിൽ നീ പറ, എത്ര പ്രതിഫലമാ പോസ്റ്ററിൽ വെക്കേണ്ടത്? $500 എന്ന് ജീസോ പെട്ടെന്ന് മറുപടി കൊടുത്തു. ആന്റിക്ക് ആ ആശയം ഇഷ്ടപ്പെട്ടു. സോയിങ്ങിനോട് അത്തരത്തിൽ പ്രവർത്തിക്കാനും പറഞ്ഞു. അന്ന് രാത്രിയിൽ നായയെ കാണാൻ വേണ്ടി നായയെ കെട്ടിയിരുന്നിടത്തേക്ക് ജീസോ ചെന്നു. അവിടെ അതേസമയം ആ വീടില്ലാത്ത മനുഷ്യൻ നായക്കായി ഒരു കൂടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജീസോ അടുത്തു ചെന്നപ്പോ അയാൾ പറഞ്ഞു, തണുപ്പുള്ള സമയമല്ലേ, മഴയെങ്ങാൻ പെയ്താലോ, അതുകൊണ്ട് ഇതിനൊരു കൂടുണ്ടാക്കിയെന്നേ ഉള്ളൂ. ആ നാടോടി മനുഷ്യൻ നല്ലവനായ ഒരു വ്യക്തിയാണെന്ന് ജീസോക്ക് മനസ്സിലായി. കൂട്ടത്തിൽ അയാൾ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു, ഈ നായയെ കാണാനില്ലെന്ന പോലെ ഒരു പോസ്റ്റർ ഞാനിന്ന് കണ്ടു. ആ നായ തന്നെയാണോ ഇത്? ജീസോ ഒന്നും പറഞ്ഞില്ല. അവളുടെ ഉള്ളിൽ ഭയം തോന്നി. അടുത്ത ദിവസം കൂട്ടുകാരിക്ക് അടുത്തെത്തി അവളക്കാര്യം പങ്കുവെച്ചു. ആ പോസ്റ്ററുകൾ മറ്റാരെങ്കിലും കണ്ടാൽ ഈ നായയെ കണ്ടെത്തി തിരികെ ഏൽപ്പിച്ചാൽ അവരുടെ പദ്ധതി പൊളിയും. അതുകൊണ്ട് ഒട്ടിച്ച പോസ്റ്ററുകൾ അവിടെ നിന്ന് എടുത്തു മാറ്റണം. ജീസോ കൂട്ടുകാരിയോട് പറഞ്ഞു. പക്ഷെ അവർക്കൊറ്റയ്ക്കത് പറ്റില്ല. സഹായം ചോദിച്ച് വീണ്ടും അവർ ആ പിസ്സ സെയിൽസ്മാന്റെ അടുത്തെത്തി. അവന്റെ സഹായത്തോടെ പോസ്റ്ററുകൾ ഓരോന്നും പറിച്ചെടുത്തു. ഇതിനിടയിൽ ആ പിസ്സ സെയിൽസ്മാൻ ആ പോസ്റ്റർ വായിച്ചു. അവർ കടത്തിയ നായക്ക് $500 സമ്മാനമിട്ടിരിക്കുന്നത് അതിശയത്തോടെ അവൻ നോക്കിക്കണ്ടു. മറുവശത്ത് പോസ്റ്ററൊക്കെ മാറ്റിയതും നായയെ താൻ കണ്ടെത്തിയിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി ആന്റിക്കടുക്കലേക്ക് റെസ്റ്റോറന്റിലേക്ക് ജീസോ ചെല്ലുകയായിരുന്നു. അവിടെ എത്തിയപ്പോ കണ്ടത് അവിടെ ചില ജപ്തി നടപടികളും പ്രശ്നങ്ങളുമൊക്കെ അരങ്ങേറുന്നതാണ്. ജീസോ അകത്തേക്ക് ചെന്നു. ആന്റി അവിടെ നിസ്സഹായായി നിൽക്കുന്നുണ്ടായിരുന്നു. ആന്റിക്കടുക്കൽ എന്താ ഇവിടെ നടക്കുന്നത് എന്ന് ജീസോ ചോദിച്ചു. നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല കുട്ടി എന്നായിരുന്നു ആന്റിയുടെ മറുപടി. ജീസോ പറഞ്ഞു, ഇല്ല എനിക്ക് മനസ്സിലാകും. ഞാനും അനിയനും അച്ഛനും അമ്മയും ഇതുപോലെ സന്തോഷത്തിലൊരു വീട്ടിൽ താമസിക്കുമായിരുന്നു. അപ്പോഴിതുപോലെ കുറെ ആളുകൾ വന്നത്. അവര് വീട്ടിൽ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു. എന്റെ കളിപ്പാട്ടങ്ങളും സാധനങ്ങളും ഒക്കെ വാരി പുറത്തിട്ടു. പിന്നെ എന്റെ അച്ഛൻ ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ചു പോയി. ഞാനും അമ്മയും അനിയനും വാനിലെ ജീവിതവും തുടങ്ങി. ഞങ്ങൾ കഴിക്കാൻ ഒരിടത്ത് പോകും, കുളിക്കാൻ ഒരിടത്ത് പോകും, കിടക്കാൻ വേറൊരിടത്ത് പോകും. സന്തോഷമായിട്ട് ഒരു വീട്ടിൽ ജീവിച്ചിട്ട് തന്നെ കുറെ നാളായി. അവളങ്ങനെ വേദനയോടെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ ആന്റിയും ദുഃഖത്തോടെ അത് കേട്ടു. പിന്നാലെ ആന്റി അവളെ കൂട്ടിക്കൊണ്ട് മുന്നോട്ടേക്ക് നടന്നു. അവിടെ ഭിത്തിയിൽ വലിയൊരു ചിത്രമുണ്ടായിരുന്നു. ആ ചിത്രം നോക്കി നിന്നുകൊണ്ട് ആന്റി അവളോട് സംസാരിക്കാൻ തുടങ്ങി. നീ ഈ പെയിന്റിംഗ് കണ്ടോ? ഇതിന് $3-4 ലക്ഷം വില വരും. ഇത് വരച്ചതാരാണെന്നറിയാമോ? എന്റെ മകനാണ്. അവനവന്റെ പഠനമൊക്കെ നിർത്തി പെയിന്റിംഗിൽ ശ്രദ്ധ കൊടുക്കണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ ഞാനതിന് സമ്മതിച്ചില്ല. എന്റെ ഭർത്താവ് മുന്നേ മരിച്ചു. എന്റെ വാശിയും സമ്മതമില്ലായ്മയും ഒക്കെ കാരണം അവനും എന്റെ അടുക്കൽ നിന്ന് മാറിപ്പോയി. അവന്റെ ജീവിതത്തിൽ ഏറ്റവും വെറുക്കുന്നത് എന്നെയാണ് എന്നുവരെ അവൻ എന്നോട് പറഞ്ഞു. അവൻ മരിക്കുന്നതുവരെ പിന്നീട് എന്നെ കാണാൻ പോലും വന്നില്ല. അവസാനമായി അവന്റെ മൃതദേഹം വാങ്ങുമ്പോഴായിരുന്നു ഞാൻ അവനെ കണ്ടത്. അപ്പോൾ അവന്റെ കൂട്ടത്തിൽ ഒരു നായ ഉണ്ടായിരുന്നു. അതാണ് വോളി. അന്നു മുതൽ വോളിയെ ഞാൻ എന്റെ മകനെ പോലെ സ്നേഹിച്ചു. പക്ഷേ ഇപ്പോ അവനും എന്നെ വിട്ടുപോയി. ആന്റിയുടെ വാക്കുകളും നിറഞ്ഞ കണ്ണുകളും ജീസോയെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. താൻ ചെയ്തത് വലിയ തെറ്റായിപ്പോയല്ലോ എന്നവൾ ചിന്തിച്ചു. താൻ കൊണ്ടുവന്ന പോസ്റ്റർ അവൾ
ഒളിപ്പിച്ചു. തിരികെ അവൾ വാനിലേക്കെത്തി. അമ്മ വാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ സ്റ്റാർട്ടാവുന്നുണ്ടായിരുന്നില്ല. ഓൾറെഡി കഷ്ടപ്പെട്ടുള്ള ജീവിതത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്ന ജീസോ അന്നമ്മയുമായി വഴക്കടിച്ചു. അമ്മ കാരണമാണ് തങ്ങൾ ഈ അവസ്ഥയിൽ എത്തിയതെന്നും അമ്മ അച്ഛനെ എപ്പോഴും ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് അച്ഛൻ തങ്ങളെ ഇട്ടിട്ട് പോയതെന്നും അവൾ ദേഷ്യത്തിൽ പറഞ്ഞു. അച്ഛന് പകരം അമ്മയാ പോയതെങ്കിൽ ഞങ്ങളെങ്കിലും സമാധാനത്തോടെ ജീവിച്ചേനെ എന്നവൾ പറഞ്ഞപ്പോ അമ്മ വല്ലാതെ വിഷമിച്ചു. അവൾ വാൻ വിട്ട് പുറത്തിറങ്ങി അനിയനൊപ്പം നേരെ വോളിയെ പാർപ്പിച്ചിരുന്ന ആ വീട്ടിലേക്ക് പോയി. അവിടെ നാടോടിയായ ആ മനുഷ്യനുമുണ്ടായിരുന്നു. അയാൾ ചോദിച്ചു, എന്താ മക്കളെ നിങ്ങൾ ഈ സമയത്ത് വന്നത്? ജീസോയുടെ അനിയൻ പറഞ്ഞു, ചേച്ചിയും അമ്മയും വഴക്കായി, അതുകൊണ്ട് വന്നതാ. പിന്നാലെ ആ മനുഷ്യൻ അവളോട് സംസാരിച്ചു. അമ്മ നിങ്ങൾക്ക് വേണ്ടി വീട് നോക്കിയിട്ടൊന്നും ശരിയായില്ലേ? ഇല്ലെന്ന് ജീസോ പറഞ്ഞു. പിന്നാലെ അദ്ദേഹത്തിന് കുടുംബമില്ലേ എന്ന് ജീസോ തിരക്കി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരു മോളുണ്ട്, പക്ഷേ അവരെയൊക്കെ വിട്ട ഞാനിപ്പോ നിൽക്കുന്നത്. കാണണമെന്ന് തോന്നുമ്പോ ദൂരെ നിന്ന് മറഞ്ഞു നിന്ന് ഞാൻ എന്റെ മോളെ നോക്കും. അവരെ വേദനിപ്പിക്കേണ്ടെന്ന് കരുതി ഞാൻ അവരുടെ അടുത്തേക്ക് പോവാറില്ല. അത് കേട്ടതും തന്റെ അച്ഛനും അതുപോലെ ദൂരെ നിന്ന് തന്നെ നോക്കിക്കാണുമോ എന്ന് ജീസോക്ക് തോന്നി. എന്റെ അച്ഛനും അതുപോലെ എന്നെ നോക്കുന്നുണ്ടാകുമോ എന്നവൾ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എല്ലാ അച്ഛന്മാർക്കും അവരുടെ മക്കള് ജീവനാണ്. നിന്റെ അച്ഛനും നിന്നെ നോക്കുന്നുണ്ടാകും. അന്ന് അവിടെ നിന്ന് തിരികെ വരുമ്പോ അനിയൻ ജീസോയോട് പറഞ്ഞു, നമ്മളെ കാണാതായാൽ നമ്മുടെ അമ്മയും അച്ഛനുമൊക്കെ വിഷമിക്കില്ലേ? അതുപോലെ ആയിരിക്കില്ലേ ആ ആന്റിയും വോളിയെ കാണാതെ ഇപ്പോ വിഷമിക്കുന്നത്? നമുക്ക് വോളിയെ തിരികെ കൊടുത്താലോ? അത് ജീസോയെ ചിന്തിപ്പിച്ചിരുന്നു. വാനിനടുത്തേക്ക് അവർ തിരികെ എത്തിയപ്പോ അവിടെ അമ്മയുണ്ടായിരുന്നില്ല. അവർ വല്ലാതെ പരിഭ്രാന്തരായി. അമ്മയും തങ്ങളെ ഉപേക്ഷിച്ച് പോയോ എന്ന് അവർ ചിന്തിച്ചു. പെട്ടെന്നാണ് അവരുടെ അമ്മ അങ്ങോട്ടേക്ക് എത്തിയത്. മക്കളെ കാണാതെ അവർ അവരെ തിരഞ്ഞു പോയതായിരുന്നു. അമ്മയോട് ജീസോ ക്ഷമ ചോദിച്ചു. അവളെ വഴക്ക് പറഞ്ഞെങ്കിലും അമ്മ അവളെ ചേർത്തു പിടിച്ചു. ഇനിയൊരിക്കലും ഇതുപോലെ ചെയ്തേക്കരുത് എന്ന് അവരോടായി പറഞ്ഞു. ഇതേസമയം മറുവശത്ത് ആന്റി ചതിയിലൂടെ വന്ന കടബാധ്യതകൾ തീർക്കാനും പ്രോപ്പർട്ടി തിരികെ പിടിക്കാനും ശ്രമിച്ചിരുന്നു. മകന്റെ പെയിന്റിങ്ങുകൾ വെറ്റികിട്ടുന്ന പണം കൊണ്ട് കടബാധ്യത തീർക്കാൻ അവർ ശ്രമിച്ചു. പ്രോപ്പർട്ടി അവർ തിരികെ നേടിയെടുത്തു. പക്ഷേ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് സോയങ്ങാണെന്നവർക്ക് അപ്പോഴും അറിവുണ്ടായിരുന്നില്ല. സ്വത്തുക്കളൊക്കെ തനിക്ക് വന്നു ചേരുകയാണല്ലോ എന്ന് കരുതി സോയങ് അങ്ങ് സന്തോഷിച്ചു. സോയങ്ങിന്റെ പേരിലേക്ക് പുതിയ വില്ലടക്കം ആന്റി എഴുതിയിരുന്നു. സോയങ് ആഹ്ലാദിച്ചിരിക്കെ ഒരു ഫോൺ കോൾ വന്നു. പോസ്റ്ററിലുണ്ടായിരുന്ന പോലെ $500 തന്നാൽ നായ തരാമെന്ന് പറഞ്ഞായിരുന്നു കോൾ. സോയങ് ഒന്ന് പരിഭ്രാന്തിയിലായി. നായ തിരിച്ചു വന്നാൽ തനിക്കൊക്കെ നഷ്ടപ്പെടുമോ എന്ന് അവൻ ഭയപ്പെട്ടു. മറുവശത്ത് ജീസോ തിരിച്ചറിവിലേക്ക് വന്നിരുന്നു. തനിക്കൊന്നും വേണ്ട, പാർട്ടിയോ കൂട്ടുകാരുടെ മുമ്പിൽ ആളാവലോ ഒന്നും വേണ്ട. വാനിൽ ജീവിച്ചാലും കുഴപ്പമില്ല. അമ്മ തങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നതാണ്. നായയെ ആന്റിക്ക് തിരികെ കൊടുക്കണം തീരുമാനിച്ചുറപ്പിച്ച അവൾ അനിയനും കൂട്ടുകാരിക്കുമൊപ്പം നായയെടുക്കാൻ വേണ്ടി ആ വീട്ടിലേക്കെത്തി. അവിടെ എത്തിയപ്പോൾ അവിടെ നായ ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ നാടോടിയായ ആ മനുഷ്യൻ തട്ടിക്കൊണ്ടുപോയതാണോ എന്നുവരെ കുട്ടികൾ സംശയിച്ചു നിന്നു. കൃത്യസമയത്താണ് അങ്ങോട്ടേക്ക് ആ നാടോടി വന്നെത്തുന്നത്. താൻ നായയെ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞ അയാൾ അവിടെ പരിശോധിച്ചു. ആ സമയം അവിടെ ഒരു 2 വീലറിന്റെ വീൽപ്പാടുകൾ അയാൾ ശ്രദ്ധിച്ചു. മറ്റാർക്കാണ് നായ അവിടെയുള്ള കാര്യം അറിയാവുന്നത് എന്ന് ജീസു ആലോചിച്ചു. അറിയുന്നതാകെ ആ പിസ സെയിൽസ്മാന് മാത്രമാണ്. അയാൾക്കിതിൽ കൈയുണ്ടാകും എന്ന് ചിന്തിച്ച അവർ അക്കാര്യം നാടോടിയോട് പറഞ്ഞു. നാടോടിയുടെ സഹായത്തോടെ അവർ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു ചെന്നു. അവിടെത്തിയ അവർ കണ്ടത് ആ പിസ സെയിൽസ്മാൻ നായയെ സോയങ്ങിന് കൈമാറുന്നതായിരുന്നു. അതോടെ സോയങ്ങിന്റെ പിന്നാലെ ജിസോയും സംഘവും വെച്ചുപിടിക്കാൻ തുടങ്ങി. പക്ഷേ നാടോടിയുടെ ബൈക്കിന് വേഗത കുറവാണ്. ശ്രദ്ധയില്ലാതെ അയാൾ വേഗത്തിൽ ആ വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നു. അതൊരു പോലീസുകാരന്റെ ശ്രദ്ധയിൽപ്പെട്ട് പോലീസ് അവരെ ചേസ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ അപ്പോഴേക്കും സോയങ് കൃത്യസ്ഥലത്തെത്തിയിരുന്നു. നായയെ വണ്ടിയിൽ നിന്ന് പുറത്തിറക്കാൻ അയാൾ ശ്രമിച്ചതും നായ വണ്ടിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഓടി. അത് എത്തിച്ചേർന്നതാകട്ടെ ജീസോയും കൂട്ടുകാരും നായയെ ഒളിപ്പിച്ച അതേ ഇടത്തായിരുന്നു. അവിടെ നിന്ന് നായയെ പിടിച്ചുകൊണ്ടുപോകാൻ സോയങ് ശ്രമം ആരംഭിച്ചു. ഇതേസമയം പോലീസുകാരൻ നാടോടിയുടെ വണ്ടിക്ക് വട്ടം വെച്ചിരുന്നു. കുട്ടികൾ വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങി നായ നോക്കാൻ ഓടി. സോയങ്ങിനെ പിന്തുടർന്നിരുന്ന അവർ ആ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. സോയങ് ആകട്ടെ വിഷം കുത്തിവെച്ച് നായയെ കൊല്ലാൻ തയ്യാറെടുക്കുകയായിരുന്നു. കുട്ടികൾ കൃത്യസമയത്തെത്തി സോയങ്ങിനെ തടയാൻ നോക്കി. നായക്കുമേൽ കുത്താൻ വെച്ച സിറിഞ്ച് സോയങ്ങിന്റെ കയ്യിൽ തുളച്ചു കയറി. പറയണ്ടല്ലോ, സോയങ് നായയെടുത്ത് മുന്നോട്ട് പോവാൻ നോക്കിയതും സോയങ് അവിടെ കുഴഞ്ഞു വീണു. പോലീസും അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. കുട്ടികൾക്കടുക്കൽ അവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. കുട്ടികൾ പറഞ്ഞു, ഇയാൾ ഞങ്ങളുടെ നായയെ തട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. സോയങ് ആണെങ്കിൽ വാകുഴഞ്ഞ് സംസാരിക്കുകയാണ്. അത് തന്റെ നായയാണെന്നൊക്കെ അയാൾ പറയാൻ നോക്കിയെങ്കിലും സോയങ്ങിന് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മയക്കുമരുന്ന് ഉപയോഗിച്ച പോലായിരുന്നു അയാളുടെ സംസാരം. നിങ്ങൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച പോലീസുകാരൻ സോയങ്ങിനെ അറസ്റ്റ് ചെയ്തു. അപ്പോഴേക്കും നാടോടി വണ്ടിയുമായി പുറത്തെത്തി. കുട്ടികൾ നായുമായി
ഓടി ആ വണ്ടിയിൽ കയറി. അയാൾ വണ്ടി വേഗത്തിൽ മുന്നോട്ട് പായിച്ചു. ആ റെസ്റ്റോറന്റിന്റെ മുമ്പിലെത്തി അവിടെ വണ്ടി നിർത്തി കുട്ടികളെ നാടോടി ഇറക്കി. പോകുന്നതിനു മുമ്പ് നാടോടിക്കടുക്കൽ ജീസോ പറഞ്ഞു, നിങ്ങൾ മുമ്പ് എന്നോട് പറഞ്ഞില്ലേ നിങ്ങൾക്ക് ദൂരെ നിന്ന് മകളെ നോക്കിക്കാണാനാ ഇഷ്ടമെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ മകൾ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാകും. നിങ്ങൾ ഏത് കോലത്തിലാണെങ്കിലും നിങ്ങളുടെ മകൾ നിങ്ങളെ സ്വീകരിക്കും. തീർച്ചയായും നിങ്ങൾ മകളുടെ അടുത്തേക്ക് പോകണം. ജീസോയുടെ വാക്കുകൾ അയാളുടെ മനസ്സിൽ വലിയ ആശ്വാസം പകർന്നു. അയാൾ ചിരിച്ചുകൊണ്ട് അവിടുന്ന് പോയി. ജീസോ റെസ്റ്റോറന്റ് അകത്തേക്ക് ചെന്നു. വോളി എന്ന ആ നായയെ അവിടെ വിട്ടിട്ട് പോരാൻ തുടങ്ങി. അപ്പോഴായിരുന്നു കൃത്യമായി സോയങ് അങ്ങോട്ടേക്ക് വന്നു ചേർന്നത്. ശരീരത്തിലേക്ക് അമിതമായി വിഷമൊന്നും എത്താത്തതുകൊണ്ട് അയാൾ പെട്ടെന്ന് റീകവർ ചെയ്തിരുന്നു. അങ്ങോട്ടേക്ക് എത്തിയ അയാൾ ദേഷ്യത്തോടെ ജീസോയെ കണ്ട് സംസാരിക്കാൻ തുടങ്ങി. എടി, നീയാണല്ലേ നായയെ തട്ടിക്കൊണ്ടുപോയത്? എന്നിട്ട് ആ $500 കൈവശപ്പെടുത്താന്ന് കരുതിയല്ലേ? $500 കൊണ്ട് എന്ത് ചെയ്യാനായിരുന്നു പ്ലാൻ? അത് ഞാൻ അറിയാതെ ചെയ്തതാ. ഒരു വീട് വാങ്ങാൻ $500 കൊണ്ട് വീടോ? ആ അതെ, നോക്കിക്കേ എന്ന് പറഞ്ഞ് തന്റെ കയ്യിലുണ്ടായിരുന്ന നോട്ടീസ് ജീസോ അവന് നേരെ നീട്ടി. സ്വയം അത് വാങ്ങി നോക്കി. ഒരു സ്ക്വയർ ഫീറ്റിന് $500 എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. ഇതും കണ്ടിട്ടാണോ നീയൊക്കെ പ്രവർത്തിച്ചത്? $500 നീ നിൽക്കുന്ന ആ ഇടമില്ലേ, ആകെ അത്രേ കിട്ടൂ. നീ ആ നായെ തന്നെ, അതിവിടെ ഉണ്ടാവാൻ പാടില്ല. സോയങ് ദേഷ്യത്തിൽ അതും പറഞ്ഞു നിൽക്കി അങ്ങോട്ടേക്ക് ആന്റി വന്നു. സോയങ്ങിന്റെ വാക്കുകൾ ആന്റി കൃത്യമായി കേട്ടിരുന്നു. എന്താ നടക്കുന്നതെന്ന് ആന്റി ചോദിച്ചു. നിയന്ത്രണം വിട്ടിരുന്ന സോയങ് എല്ലാ കാര്യങ്ങളും ആന്റിയോടായി പറഞ്ഞു. നായയുടെ പേരിൽ സ്വത്തുക്കൾ എഴുതി വെച്ചതും അവരുടെ കൂടെ ഉണ്ടായിരുന്ന തന്നെ അവഗണിച്ചതും അതുകൊണ്ട് സ്വത്തുക്കൾ കൈവശപ്പെടുത്താൻ താൻ ശ്രമിച്ചതുമടക്കം എല്ലാ കാര്യങ്ങളും ആന്റിക്ക് നല്ല ദേഷ്യം വന്നു. പണത്തിനു വേണ്ടി മാത്രമാണല്ലോ നീ എന്റെ കൂടെ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞ ആന്റി സോയങ്ങിനെ ആട്ടി അവിടെ നിന്ന് പുറത്താക്കി. ആന്റി പിന്നാലെ വോളിക്കടുത്തെത്തി. വോളിയെ തലോടി. വല്ലാത്തൊരു സന്തോഷം ആന്റി അനുഭവിക്കുന്നുണ്ടായിരുന്നു. നായെ കൊണ്ടുവന്ന ജീസോക്കടുക്കൽ ആന്റി നന്ദി പറഞ്ഞു. പക്ഷേ ജീസോയുടെ ഉള്ളിൽ കുറ്റബോധം നിറഞ്ഞിരുന്നു. നിഷ്കളങ്കതയോടെ അതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും അവൾ ആന്റിക്കടുത്ത് വിശദീകരിച്ചു. അച്ഛൻ തങ്ങളെ വിട്ടുപോയതു മുതൽ, വാനിൽ താമസിക്കുന്നത് മുതൽ ആ നിമിഷം വരെ നടന്ന എല്ലാ കാര്യങ്ങളും ആന്റിയോട് ജീസോ ക്ഷമ ചോദിച്ചു. ആന്റി പറഞ്ഞു, അതിദാരിദ്ര്യമാണ് മക്കളെ ഓരോ തെറ്റുകളിലേക്ക് തള്ളിവിടുന്നത്. സാരമില്ല, നീ പൊക്കോളൂ. ജീസോ വേദനയോടെ പുറത്തേക്കിറങ്ങി. ആ സമയം ആന്റി പുറത്തേക്ക് വന്ന് ജീസോയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് വോളിയെ ഇഷ്ടമല്ലേ? എല്ലാ ദിവസവും വൈകുന്നേരം വോളിയെ നിനക്ക് വാക്കിങ്ങിന് കൊണ്ടുപോകാമോ? നിനക്ക് ഞാൻ എല്ലാ ദിവസവും ഓരോ ഐസ്ക്രീം പ്രതിഫലമായി തരാം. ജീസോ അത് കേട്ട് പുഞ്ചിരിച്ചു. അവൾ അവിടെ നിന്നും ഇറങ്ങി തിരികെ കൂട്ടുകാരിയുടെ അടുത്തെത്തി. അവളോട് കാര്യങ്ങൾ പറഞ്ഞു. അവൾ ചെയ്തതാണ് ശരിയെന്ന് കൂട്ടുകാരിയും അവൾക്കടുക്കൽ അറിയിച്ചു. എല്ലാം നല്ല രീതിയിൽ അവസാനിക്കുന്നു എന്ന് സൂചിപ്പിച്ച് അവിടെ മഴ പെയ്യാനും തുടങ്ങിയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ അനിയൻ വന്നു. അവന്റെ കയ്യിൽ 500 പൈസയുടെ ഒരു നാണയമുണ്ട്. ദേ, നമുക്ക് വീട് വാങ്ങാനുള്ള പണമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആ പൈസയിൽ $1 എന്ന് എഴുതിയായിരുന്നു അവൻ കൊണ്ടുവന്നത്. ജീസോ തന്റെ അനിയനെ ചേർത്തു പിടിച്ചു. അവിടെ നിന്നും അവർ വാനിലെത്തി. അന്ന് ജീസോയുടെ പിറന്നാളാണ്. അമ്മ അവൾക്കായി ഒരു സ്പെഷ്യൽ ലഞ്ച് ബോക്സ് കൊണ്ടുവന്നിരുന്നു. മനോഹരമായി അലങ്കരിച്ച് നല്ല ഭക്ഷണമുള്ള ലഞ്ച് ബോക്സ്. ജീസോയ്ക്ക് അതൊരുപാട് ഇഷ്ടപ്പെട്ടു. അമ്മ തന്നെയാണ് അത് ഉണ്ടാക്കിയത് എന്നും അവൾ ചോദിച്ചറിഞ്ഞു. പിന്നാലെ അവളുടെ അമ്മ പറഞ്ഞു, വേറെ ജോലിയൊന്നും ശരിയാകുന്നില്ല. നിങ്ങളുടെ അച്ഛൻ ചെയ്ത പോലെ ഇതേ വണ്ടിയിൽ ഞാൻ പിസ വിൽക്കാൻ പോകുവാണ്. അത് കേട്ടതും ജീസോ പറഞ്ഞു, ഒരു കാര്യം ചെയ്യമ്മ, അമ്മ എനിക്ക് ആ ബോക്സ് കൊണ്ടുവന്നില്ലേ, മനോഹരമായി അലങ്കരിച്ച ഭക്ഷണമുള്ള ബോക്സ്, അതുപോലൊന്ന് അമ്മയ്ക്ക് സെല്ല് ചെയ്താലെന്താ? അത് നല്ലൊരു ഐഡിയയായി ആ സമയത്ത് ജീസോയുടെ അമ്മയ്ക്ക് അനുഭവപ്പെട്ടു. അത്തരത്തിൽ അടുത്ത ദിവസം മുതൽ അവർ പ്രവർത്തിച്ചു. വാൻ ഫുഡ് ബിസിനസ് തുടങ്ങി. റെഡി ടു ഈറ്റ് പിസ മനോഹരമായി അലങ്കരിച്ച് വാനിൽ നിന്ന് തന്നെ അവർ പിസ വിൽക്കാൻ തുടങ്ങി. ആ ബിസിനസ് നന്നായി പോകുന്നുണ്ടായിരുന്നു. പണം അവരിലേക്ക് എത്തിച്ചേരാനും ആരംഭിച്ചു. ആന്റിയുടെ നായയെ ജീസോ വാക്കിങ്ങിന് കൊണ്ടുപോകും. പാർക്കിൽ വെച്ച് കൂട്ടുകാരിക്കും അനിയനുമൊപ്പം ആ നായ്ക്കൊപ്പം ജീസോ കളിക്കുമായിരുന്നു. ആന്റിക്കും അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു. ഒടുവിൽ ആന്റി തന്റെ ഒരു പഴയ വീട് ജീസോയുടെ അമ്മയെ വിളിച്ച് വിൽക്കാനുണ്ടെന്നറിയിച്ചു. ചെറിയൊരു വിലയ്ക്ക് ആന്റി അത് ജീസോയുടെ അമ്മയ്ക്ക് വിറ്റു. ആന്റിയാണ് അത് ചെയ്തതെന്ന് ആരും അറിഞ്ഞതേയില്ല. ജീസോയും കുടുംബവും തങ്ങളുടെ പുതിയ വീട്ടിലേക്ക് എത്തി. ജീസോ വലിയ സന്തോഷത്തിലായിരുന്നു. ആ വീട് അലങ്കരിക്കാം, അങ്ങോട്ടേക്ക് കൂട്ടുകാരെ ബർത്ത്ഡേ പാർട്ടിക്ക് വിളിക്കാം, അവൾ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. സന്തോഷത്തോടെ അവരുടെ ജീവിതം മുമ്പോട്ടു പോകുന്ന ദൃശ്യങ്ങളിൽ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.